സ്വാമിയേ ശരണമയ്യപ്പ. യസ്തു സർവേഷു ഭൂതേഷു ജീവരൂപേണ വർത്തതെ അത ഭൂതേശ്വരാഖ്യശ്ച കൃതവാൻ തസ്യ പത്മജ. സർവഭൂതങ്ങളുടെയും ഉള്ളിൽ ജീവരൂപേണ വർത്തിക്കുന്നതിനാൽ സ്വാമി അയ്യപ്പനെ ശ്രീഭൂതനാഥൻ എന്ന് വിളിക്കുന്നു. നമസ്തേ സജ്ജനങ്ങളെ, ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് തൈക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ 2024 നവംബർ 24 മുതൽ ഡിസംബർ 1 വരെ നടന്ന ശ്രീമദ് അയ്യപ്പ ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ ഉദ്ഘാടന ദിവസത്തിലെ ചടങ്ങുകളുടെ പ്രസക്ത ഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഈ വീഡിയോ ഭക്തിപുരസ്സരം ശ്രീ അയ്യപ്പ തൃപ്പാദങ്ങൾ സമർപ്പിച്ചു കൊള്ളുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വനസമാനമായ കുറ്റിക്കാടുകളും കള്ളിമുൾ ചെടികളും ഊടുവഴികളുമായി നിലനിന്നിരുന്ന തൈക്കാട് ദേശത്തെ ശ്രീ പത്മനാഭദാസനായി അനന്തപുരിയിൽ എത്തിച്ചേർന്ന ഒരു പരദേശി ബ്രാഹ്മണൻ പ്രാണപ്രതിഷ്ഠ നടത്തിയ തൈക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം വർത്തമാന കാലഘട്ടത്തിലും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ആത്മനിർവൃതി നൽകി ചൈതന്യവത്തായി നിലകൊള്ളുന്നു. കലിയുഗവരദനും ക്ഷിപ്രപ്രസാദിയുമായ ഭഗവാന്റെ തിരുനടയിൽ തലസ്ഥാന നഗരിയിൽ ആദ്യമായി ശ്രീമദ് അയ്യപ്പ ഭാഗവത സപ്താഹ യജ്ഞം നടക്കുകയുണ്ടായി. യജ്ഞാചാര്യൻ ഡോക്ടർ മണ്ണടി ഹരി അവർകളാണ്. കലിയുഗവരദനായ തൈക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശ്രീമദ് അയ്യപ്പ ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ ആരംഭ ദിനത്തിൽ നടന്ന ചടങ്ങുകളുടെ ഈ വീഡിയോ കാണുകയും മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുകയും ചെയ്ത് ഈ ക്ഷേത്രത്തിൻ്റെ യശസ്സും കീർത്തിയും വർദ്ധിപ്പിച്ച് ക്ഷേത്രസന്നിധി ദർശനം നടത്തുന്ന ഏവർക്കും ഭഗവാന്റെ കൃപാകടാക്ഷം ലഭിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അടുത്തൊരു ക്ഷേത്രവിശേഷവുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ചാവത്തിനകത്ത് സാക്ഷിയായിരിക്കും. എൻ്റെ ഫ്രണ്ട് ഓർത്ത് കിടക്കുന്നത് ഹലോ. പാലക്കുടിയിലെ
ോഷമവാസ്യ രാമനാമാക്ഷരാമൃതകണൈർഹൃദയം നിഷിഞ്ചൻ യസാധനുഗ്രഹമധേനദിവം വിവേശ ത്വം നീലകണ്ഠഗുരുപാദമനുസ്മരാമി വിഗ്രഹേ രാമചന്ദ്രസ്യ വിലയീഭൂതചേതസ അഹം ബ്രഹ്മേതി വേദാന്തതത്വബോധസ്വരൂപിണേ വിഭൂതിമപ്രദാനേന സർവാനുഗ്രഹദായിനേ ശ്രീനീലകണ്ഠശിഷ്യായ സുഖ്യാനന്ദായ തേ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഹരി ഓം. അഗ്നിഗർഭശ്വരേ നമഃ. ഇന്ദ്രശ്രീപ്രദായ നമഃ. വാണിപ്രദായ നമഃ. വ്യായ നമഃ. സർവസിദ്ധിപ്രദായ നമഃ. സർവധനയായ നമഃ. സർവരീപ്രിയായ നമഃ. ഓം സർവാത്മകായ നമഃ. സൃഷ്ടികർത്തൃേ നമഃ. ദേവായ നമഃ. ഏകാർച്ചിതായ നമഃ. ശിവായ നമഃ. ശുദ്ധായ നമഃ. ബുദ്ധിപ്രിയായ നമഃ. ശാന്തായ നമഃ. ബ്രഹ്മചാരിണേ നമഃ. ഗജാനനായ നമഃ. ഓം ദൈമാതരായ നമഃ. മനുസ്തുത്യായ നമഃ. ഭഗ്നവിനാശനായ നമഃ. ഏകദന്തായ നമഃ. ചതുർബാഹവേ നമഃ. ചതുരായ നമഃ. ശക്തിസംവിധായ നമഃ. ലംബോദരായ നമഃ. ശൂർപകർണായ നമഃ. ഹരേ നമഃ. ബ്രഹ്മവിദുത്തമായ നമഃ. കാലായ നമഃ. ഗ്രഹവതേ നമഃ. കാമനേ നമഃ. ഓം സോമസൂര്യാഗ്നിലോചനായ നമഃ. ഓം ഭാഷാങ്കുശധരായ നമഃ. ചണ്ഡായ നമഃ. ഗുണാതീതായ നമഃ. രഞ്ജനായ നമഃ. കൽമഷായ നമഃ. സ്വയം സിദ്ധായ നമഃ. സിദ്ധാർജിതപദാംബുജായ നമഃ. ഓം ബീജാകുരവലാസക്തായ നമഃ. വരദായ നമഃ. ശാശ്വതായ നമഃ. കൃതനേ നമഃ. ദേവപ്രിയായ നമഃ. ഗീതഭയായ നമഃ. ഗതിനേ നമഃ. ജകൃണേ നമഃ. ഓം ഇക്ഷുജാവധൃതേ നമഃ. ഓം ശ്രീതായ നമഃ. അജായ നമഃ. ഉൽപ്പലകരായ നമഃ. ശ്രീപതേ നമഃ. സുദർശിതായ നമഃ. കുലാദ്രിഭേത്രേ നമഃ. ജംഗളായ നമഃ. ഓം കലികൽമഷനാശനായ നമഃ. ഓം ചന്ദ്രവിടാമണേ നമഃ. കാന്തായ നമഃ. ഓം പാവകാരണേ നമഃ. സമാഹിതായ നമഃ. ഓം ആശ്രിതായ നമഃ. ശ്രീകരായ നമഃ. സൗമ്യായ നമഃ. ഭക്തവാഞ്ചദായകായ നമഃ. ഓം ശാന്തായ നമഃ. ഓം കൈവല്യസുഖദായ നമഃ. ഓം സച്ചിദാനന്ദവിഗ്രഹായ നമഃ. ഓം ജ്ഞാനേ നമഃ. ഓം ദയായുധായ നമഃ. ദാന്തായ നമഃ. ബ്രഹ്മദ്വേഷവർജിതായ നമഃ. ഓം പ്രമത്തദൈക്യഭേദായ നമഃ. ശ്രീകണ്ഠായ നമഃ. ഉദേശ്വരായ നമഃ. രമാർജിതായ നമഃ. വിധേയ നമഃ. ഓം നാഗരാജയജ്ഞോപവീതവദേ നമഃ. ഓം സ്ഥൂലകണ്ഠായ നമഃ. സ്വയംകർത്തൃേ നമഃ. ശ്യാമഘോഷപ്രിയായ നമഃ. വരായ നമഃ. ശൂലദണ്ഡായ നമഃ. ഗ്രഹണ്യേ നമഃ. ധീരായ നമഃ. അഗീശായ നമഃ. സിദ്ധിദായകായ നമഃ. ഓം ദുർവാബുല്ലപ്രിയായ നമഃ. വ്യക്തമൂർത്തേ നമഃ. അദ്ഭുതമൂർത്തിമതേ നമഃ. ഓം ശൈലേന്ദ്രധന ജ്യോത്സംഗലേഖന ശിവമാനസായ നമഃ. സുലാപണ്യസുധാസാരായ നമഃ. ഓം ജിതമന്മഥവിഗ്രഹായ നമഃ. സമസ്ത ജഗദാധാരായ നമഃ. ഓം മായിനേ നമഃ. ഓം മൂഷ്യവാഹനായ നമഃ. ഓം ഹൃഷ്ടായ നമഃ. ഓം ദുഷ്ടായ നമഃ. ഓം പ്രസന്നാത്മനേ നമഃ. സ്ഥൂല ശരീരികളായി സൂക്ഷ്മ ശരീരികളായി ആരെല്ലാം ഇവിടെ സാന്നിധ്യം ചെയ്യുന്നു അവരുടെയെല്ലാം പാദങ്ങളിൽ നിർവ്യാജമായ ഭക്തിയോടെ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അല്പസമയം എന്നിൽ അർപ്പിതമായ കർത്തവ്യത്തിലേക്ക് കടക്കാം എന്നാണ് വിനയപൂർവ്വം സങ്കല്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആചരണത്തിൽ ഏത് ദേവതയുടെ സങ്കല്പമാണോ നമ്മയൊക്കെ കൈപിടിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ആ ദേവതയുടെ കാര്യത്തിലാണ് ഭഗവാന്റെ ശിവപെരുമാളിന്റെ ആജ്ഞപ്രകാരം വാപരൻ, കടുശബ്ദൻ, വീരഭദ്രൻ, കൂപനേത്രൻ, കൂപകർണൻ തുടങ്ങിയ മഹാഭൂതഗണങ്ങൾ വന്നിച്ചു, പാദശുശ്രൂഷ ചെയ്തു. നിരവധി മഹർഷിമാരും അവിടെ രക്തം, ബ്ലഡ് ആൻഡ് വാസ്കുലർ സിസ്റ്റം, മാംസം, മസ്കുലർ സിസ്റ്റം, മേധസ്, അഡിപ്പോസ് ടിഷ്യൂ, അസ്ഥി, സ്കെലിറ്റൽ സിസ്റ്റം, മജ്ജ, മാരം, ശുക്ലം, ജെനിറ്റൽ സിസ്റ്റം, ഇങ്ങനെ മനസ്സിലാക്കാം. ഇവ ഓരോന്നും ആദ്യത്തേത് അടുത്തതിനെ സൃഷ്ടിക്കുന്നുവെന്ന് സുശ്രുതാചാര്യർ സൂത്രസ്ഥാനത്തിൽ സുശ്രുത സംഹിതയിലും എടുത്തു പറഞ്ഞു വെച്ചിരിക്കുന്നു. ഞാനിത് സൂചിപ്പിക്കുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഭൗതികവും ആന്തരികവുമായ ഘടനാവിശേഷത്തിൽ അതിസൂക്ഷ്മതലങ്ങളിൽ ശക്തമായി പ്രവർത്തിച്ച് നമുക്ക് വർഷത്തിലൊരിക്കൽ ഈ 41 ഡേയ്സിലെ വ്രതാചരണത്തിൻ്റെ ക്ലാരിറ്റി, അതോടൊപ്പം വ്രതാചരണത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യം കൊണ്ട് മനസ്സിനും ശരീരത്തിനും അതോടൊപ്പം പ്രാണനും ഏറ്റവും വലിയ ശാക്തീകരണം നൽകുന്ന ഒരേ ഒരു ദേവതാ സങ്കല്പം അയ്യപ്പതത്വം. വേറെ ഏതെങ്കിലും ദേവന്റെ പേരിൽ നമ്മൾ ഇതുപോലെ 41 ദിവസം വ്രതം ആചരിക്കുന്നുണ്ടോ? ഇല്ല. തീർത്ഥാടനത്തിന് പോകുന്നുണ്ടോ? ഇല്ല.
അപ്പോൾ ഇത്രയും പ്രാധാന്യം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഈ ആചരണങ്ങൾ കൊണ്ടൊക്കെ പ്രയോജനമുള്ളൂ. ഇല്ലെങ്കിൽ ഇത് വെറും സൂപ്പർ ഫ്ലോസ് ആയിട്ട് ഇങ്ങനെ ഗതാനുഗതികോ ലോക അനലോക പാരമാർത്ഥിക എന്ന മട്ടിലത്